മൈക്കിൾ ജാക്സൺ ഉണ്ടായിരുന്ന അത്രയ്ക്കും ദാറ്റ് മച്ച് ലെവൽ ഓഫ് സ്റ്റാർഡം അന്നും ഇന്നും ബീറ്റ് ചെയ്യാൻ ഒരുത്തനെ കൊണ്ട് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മൈക്കിൾ ജാക്സൺ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കോൺട്രവേഴ്സികൾ മാറ്റിവെച്ചാല് ഒഫീഷ്യലി ഡെത്ത് അനൗൺസ് ചെയ്ത 2009 കാലഘട്ടത്തിൽ, അതായത് എം ജെ മരിച്ച് 17 വർഷത്തിന് ശേഷവും ഈ ലാസ്റ്റ് ഇയർ പോലും അദ്ദേഹത്തിന്റെ സോങ്സ് റൈറ്റ്സ് $600 മില്യൺ വിറ്റുപോയത്. ഇതിന്റെ ഒരു വലിപ്പം പറയാനായിട്ട് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഹയസ്റ്റ് ഏർണിംഗ് സെലിബ്രിറ്റി ആയിട്ടുള്ള കൈലി ജെന്നർ പോലും ലാസ്റ്റ് ഇയർ സമ്പാദിച്ചത് $590 മില്യൺ മാത്രമാണ്. ഇതിനേക്കാളൊക്കെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 1996 എം ജെ കുട്ടികളെ വെച്ചിട്ട് ബ്രസീലിൽ ഒരു ആൽബം എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാൻ ബ്രസീലിയൻ ഗവൺമെന്റ് സമ്മതിക്കാത്ത ഒരു സാഹചര്യം വരുന്നു. കാരണം അവരുടെ നാട്ടിൽ അന്നുണ്ടായിരുന്ന പോവർട്ടി ആൻഡ് ക്രൈം, മൈക്കിൾ ജാക്സനെ പോലെ ഒരാളുടെ മ്യൂസിക് വീഡിയോയിൽ വരാൻ അവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ബ്രസീലിലുള്ള റിയോ ഡി ജനീറിയോ എന്ന സ്ഥലത്തൊക്കെ അന്നത്തെ ഡ്രഗ് മാഫിയകൾ കൺട്രോൾ ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവസാനം ബ്രസീലിയൻ ഗവൺമെന്റ് മൈക്കിൾ ജാക്സന്റെ ടീമിന് ഒരു ഓപ്ഷൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ പോയി ഷൂട്ട് ചെയ്തോ, പക്ഷെ നിങ്ങളുടെ സേഫ്റ്റിക്ക് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കില്ല എന്നുള്ളതായിരുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്ന ഡ്രഗ് അഡിക്ട്സ് എല്ലാം ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിമിനൽസുകളായിരുന്നു. പക്ഷെ മൈക്കിൾ ജാക്സൺ എന്ന ലെജൻഡ് അതിനേക്കാളും ഡേഞ്ചറസ് ആയിരുന്നു. ആൽബം ചെയ്യാൻ തീരുമാനിച്ച സെയിം ഡേറ്റിൽ പ്ലാൻ ചെയ്ത സെയിം ലൊക്കേഷനിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. പിന്നെ അവിടെ സംഭവിച്ചത് നമ്മൾ സിനിമയിലേക്ക് കാണില്ലേ, അതുപോലത്തെ വേറെ ലെവൽ ട്വിസ്റ്റുകളായിരുന്നു. റിയോ ഡി ജനീറിയോ നഗരത്തിലുണ്ടായിരുന്ന എല്ലാ ഡ്രഗ് മാഫിയകളും ഡ്രഗ് അഡിക്ട്സും മൈക്കിൾ ജാക്സന്റെ കട്ട ഫാൻസ് ആയിരുന്നു. വൺസ് എം ജെ അവിടെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞതോടെ ഗവൺമെന്റ് പോലീസിന്റെ ഒരു കോപ്പം വേണ്ട, ഞങ്ങൾ തരാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടെ ഒറ്റ കെട്ടായിട്ട് അങ്ങ് ഇറങ്ങി. അത് മാത്രമല്ല അവിടുത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള 1-2 പേരെ പിടിച്ച് ആൽബത്തിൽ അഭിനയിപ്പിച്ചു. എന്തായാലേ കമ്മിങ് ടു ദ പോയിന്റ്, അവിടെ അത് മാത്രമല്ല സംഭവിച്ചത്. 30 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ ആൽബത്തിലെ വരികൾ ഇന്ന് അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഗവൺമെന്റിന് ഇതൊന്നും കാണാൻ താല്പര്യമില്ല. പക്ഷെ സത്യസന്ധനായി റൂസ്വെൽറ്റ് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇതൊന്നും ഒരു കാരണവശാലും വെച്ചു പൊറപ്പിക്കില്ല. സ്കിൻ ഹെഡ്, ഡെഡ് ഹെഡ് എല്ലാവരും ചേർന്ന് നശിപ്പിച്ചു.